പതിനാലാമത് വിലങ്ങറ ഹിന്ദുമത സമ്മേളനത്തിൻ്റെ സമാപന ദിവസമായ ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ പുരുഷോത്തമൻ ഉണ്ണിത്താൻ അവർകൾ, ശ്രീ ശ്രീകുമാർ അവർകൾ, സ്വാഗത ഭാഷകൻ ശ്രീ അനിൽകുമാർ അവർകൾ, സദസ്സിലെയും വേദിയിലെയും എല്ലാവർക്കും നമസ്കാരം. ആദ്യം ക്ഷമ ചോദിക്കുകയാണ്. കാരണം എന്ത് പറഞ്ഞാലും അത് ശരിയല്ല. 1 മണിക്കൂർ നേരത്തെ ഇന്ന് ഈ ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി 1 മണിക്കൂർ നേരത്തെ പുറപ്പെട്ടെങ്കിലും ഗോകുലയാത്രകൾ അമ്പാടിയെ പോലെ മുഴുവൻ കേരളത്തിലും ഉള്ള സാഹചര്യത്തിൽ അതേ സാഹചര്യം തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്നതുവരെ എനിക്ക് അനുഭവപ്പെട്ടു. ആദ്യമായിട്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു. പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളുടെ പൊരുൾ അന്വേഷിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും യാത്ര തിരിച്ച സഞ്ചാരിമാർക്കും ചരിത്രാന്വേഷകന്മാർക്കും മഹാപണ്ഡിതന്മാർക്കും എല്ലാം അവരവരുടെ യാത്രകൾ ഗിരിശൃംഗങ്ങളുടെയും സമതലങ്ങളുടെയും ഭൂമിയായ ലോകത്തിന് മുഴുവൻ ശാന്തി ലഭിക്കാനായി വനാന്തരങ്ങളിലെ ഗുഹാന്തരങ്ങളിൽ അഖണ്ഡതപം ചെയ്ത സന്യാസി പൊങ്കവന്മാരുടെയും ഋഷി ശ്രേഷ്ഠ തപോധനന്മാരുടെയും പുണ്യഭൂമിയായ കർമ്മഭൂമിയായ മോക്ഷഭൂമിയായ ഈ ഭാരതത്തിന്റെ മണ്ണിൽ പര്യവസാനിപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഒരു കാലത്ത് ലോകത്തിന് മുഴുവൻ ഗുരുസ്ഥാനം അലങ്കരിച്ചിരുന്ന അന്ധകാരത്തിൽ അണ്ടുകിടന്ന ലോക ജനതയെ വെളിച്ചത്തുരുത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. ആ ഭാരതീയ സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം അതിപുരാതന കാലം മുതൽക്കേ പൗരാണിക കാലം മുതൽക്കേ ഈ സംസ്കാരത്തിനെതിരെ, ഈ ധർമ്മത്തിനെതിരെ, ഇവിടുത്തെ പവിത്രമായ സങ്കല്പങ്ങൾക്കും സങ്കേതങ്ങൾക്കുമെതിരെ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും വന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും വന്ന സമയത്തെല്ലാം അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ രാഷ്ട്ര ഗംഗാപ്രവാഹത്തെ മുന്നോട്ടെടുക്കാൻ അതത് കാലത്ത് അഭിനവ ഭഗീരഥന്മാർ ജന്മം കൊണ്ടിട്ടുമുണ്ട്. അതിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ ഗീതയിൽ പറയുകയാണ്. ഈ നാടിന്റെ സ്വധർമ്മത്തെ ഏതെല്ലാം തരത്തിൽ തകർക്കാൻ വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ നാടിന്റെ സ്വത്വത്തെ നിലനിർത്താൻ ഞാൻ അവതാരം എടുക്കും എന്ന് ഭഗവാൻ പറയുകയാണ്. എന്തായാലും ഒരു ദീർഘ പ്രഭാഷണം ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ബാലഗോകുലത്തിലെ 2-3 കിലോമീറ്ററോളം യാത്ര ചെയ്ത് വന്ന ഈ ഒരു സാഹചര്യത്തില് അനിലേട്ടൻ സൂചിപ്പിച്ചു, ഇവിടെ വന്ന പ്രഭാഷകരെല്ലാം പറഞ്ഞു അവർക്ക് നിർത്താൻ സാധിക്കില്ല എന്ന്. ഇത് കേട്ടിട്ട് ഈ മനുഷ്യനെ നിർത്താതെ ഒരു പേടിയും പേടിക്കണ്ട, അധികം സമയം സംസാരിക്കില്ല. അവസാന കാലഘട്ടത്തിൽ മനം നൊന്നുകൊണ്ട്, വിഷമിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട്, പിടഞ്ഞുകൊണ്ട് നമ്മുടെ സർവദുഷ്ടതയുടെയും പ്രതീകമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ദുര്യോധനൻ, ആ ദുര്യോധനൻ പറയാ, ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി ജാനാമി അധർമ്മം നചമേ നിവൃത്തി. ജാനാമി ധർമ്മം, ധർമ്മം എന്താണെന്ന് എനിക്കറിയാം, നചമേ പ്രവൃത്തി, അത് പ്രാവർത്തികമാക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ജാനാമി അധർമ്മം, അധർമ്മത്തെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. നചമേ നിവൃത്തി, അതിൽ നിന്നും പിന്തിരിയാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ധർമ്മമാർഗം അറിഞ്ഞ് ധർമ്മമാർഗത്തിലൂടെ മുന്നോട്ട്
മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതെല്ലാം തെറ്റാണ്, അബദ്ധമാണ്, ചെയ്യാൻ പാടില്ലാത്ത നല്ല ബോധ്യമുണ്ട്. പക്ഷെ പിന്നെയും പിന്നെയും അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. ഇതാണ് ദുര്യോധനൻ. എന്താണ് അങ്ങനെ സംഭവിച്ചത്? അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. എന്താ സംഭവിച്ചത്? ദുര്യോധനന്റെ ജീവിതത്തിലേക്ക് ഒരു സിനിമ കഥ പോലെ ഒരു ഫ്ലാഷ് ബാക്ക് പോകേണ്ടി വരും. മുലപ്പാല് കുടിച്ച കാലം തൊട്ട് കണ്ട കാഴ്ചകളെല്ലാം അധർമ്മത്തിൻ്റെതായിരുന്നു, കേട്ട കഥകളെല്ലാം അധർമ്മത്തിൻ്റെതായിരുന്നു, കണ്ടതും കേട്ടതും പഠിച്ചതും പഠിപ്പിച്ചതും എല്ലാം അധർമ്മമായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ അധർമ്മിയായിട്ട് ദുര്യോധനായിട്ടേ മാറാൻ സാധിക്കും. ഇവിടെ എന്താണ് പരിഹാരം? ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജന്മദിനമായി ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിയാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ മുന്നിലേക്ക് വെച്ച ആശയം എന്താണ്? ആദർശം എന്താണ്? എന്തെല്ലാം പ്രതിസന്ധികളായിരുന്നു ജനനകാലം തൊട്ട്. ജനിച്ച സമയത്ത് തന്നെ സഹോദരങ്ങളെല്ലാവരും മരിച്ചു കഴിഞ്ഞിരുന്നു. എന്തൊരു സാഹചര്യമാണ്! തടവറയിലാണ് ജനിച്ചത്. പിന്നീട് ഏതെല്ലാം സാഹചര്യത്തിൽ ഏതെല്ലാം അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി വന്നു. യൗവന കാലഘട്ടം സ്വന്തം അമ്മാവനെ വകവരുത്തേണ്ടി വന്നു ധർമ്മത്തിന് വേണ്ടി. ഇങ്ങനെ പ്രതിസന്ധികൾ ഒന്നനവധി. അത് കഴിഞ്ഞാൽ അടുത്തത് പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ പുഞ്ചിരിയോടുകൂടി മാത്രമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിച്ചത്. തന്റെ മുന്നിൽ എത്തുന്നവർക്കെല്ലാം പുഞ്ചിരി പകർന്നു കൊടുക്കുകയും ചെയ്തു. യുദ്ധം തുടങ്ങാൻ പോവുക. 7 അക്ഷൗഹിണിപ്പടയുമായിട്ട് പാണ്ഡവപക്ഷവും 11 അക്ഷൗഹിണിപ്പടയുമായിട്ട് കൗരവപക്ഷവും യുദ്ധം ആരംഭിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് ഒന്ന് തലയുയർത്തി നോക്കുക. അർജുനൻ തേരാളിയായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഒരു സമയത്തേക്ക് അങ്ങ് ശരീരം തളരുന്നു, മനസ്സ് പകർന്നു. ഞാൻ ആരോടാ യുദ്ധം ചെയ്യേണ്ടത്? തന്നെ അസ്ത്രവിദ്യ പഠിപ്പിച്ച ഗുരു, തന്റെ കയ്യിൽ അമ്പും വില്ലും കയ്യിൽ ഏൽപ്പിച്ച ഗുരുവാണ് നേരെ മുന്നിൽ നിൽക്കുന്നത്, ദ്രോണാചാര്യൻ. തന്റെ മുതുമുത്തശ്ശൻ ഭീഷ്മ പിതാമഹര്, താൻ ഒരുമിച്ച് പഠിച്ച കളിച്ച കളിക്കൂട്ടുകാര്, ഇവരോടെല്ലാം യുദ്ധം ചെയ്ത് വിജയിച്ച് രാജാധികാരം സാധ്യമല്ല. ഭഗവാനെ കൃഷ്ണ, സാധ്യമല്ല, നടക്കില്ല. അങ്ങനെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി ചോരച്ചാലുകൾ നീന്തിക്കയറി കിട്ടുന്ന രാഷ്ട്രം, അതിന്റെ പരമാധികാരം, അതിന്റെ ഭരണം എനിക്ക് വേണ്ട കൃഷ്ണ, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ശരീരം തളർന്നു വീഴുന്ന തേർത്തട്ടിൽ വീഴുന്ന അർജുനനെ ഭഗവാൻ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഇന്ന് നമുക്കുള്ള സന്ദേശവും അതുതന്നെയാണ്. ആ ഭഗവാൻ ആരോടാണ് സന്ദേശം പറയുന്നത്? അർജുനനായിട്ടുള്ള. അർജുനൻ യുവത്വത്തിന്റെ പ്രതീകം കൂടിയാണ്. സർവവിദ്യകളും അറിയാം. വിശേഷിച്ച് ലോകത്തിൽ അതിന് ഏറ്റവും മഹാനായിട്ടുള്ള അസ്ത്രവിദ്യ പഠിച്ച ആളാണ്. പക്ഷെ മനസ്സ് പതറിപ്പോകുന്നു. ഈ അർജുനനെ തേർത്തട്ടിൽ നിർത്തിക്കൊണ്ട് ഭഗവാൻ നൽകുന്ന ഉപദേശമാണ് ശ്രീമദ് ഭഗവത്ഗീത. എനിക്ക് സാധിക്കില്ല, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന അർജുനനെ ചീത്ത വിളിക്കുക. അങ്ങനെ ചീത്ത വിളിക്കുക സാധ്യതയുണ്ടോ? ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ചീത്തയാണ് അർജുനെ വിളിക്കുന്നത്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തഭ. ഇതാണ് ഏറ്റവും വലിയ ചീത്ത. ഇതാണ് ഏറ്റവും വലിയ ചീത്ത. ലോകത്തിലെ ഏറ്റവും വലിയ ചീത്തയാണ്. കൃഷ്ണൻ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന്. ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതോ നാളെ കണ്ടുപിടിക്കാൻ പോകുന്നതായിട്ടുള്ള സർവ്വ മേഖലകളെ കുറിച്ചും കൃത്യമായിട്ട് ഭഗവാൻ വ്യാസൻ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അർജുനോട് പലതരത്തിലുള്ള കാര്യങ്ങൾ പറയൂ. നീ യുദ്ധം ചെയ്യണം, ഈ നാടിന് വേണ്ടിയിട്ടാണ്. നിന്റെ വ്യക്തിപരമായ താല്പര്യമല്ല, നിന്റെ ഗുരുസ്ഥാനമോ അല്ലെങ്കിൽ നിന്റെ മുതുമുത്തശ്ശനോ അല്ലെങ്കിൽ നിന്റെ കളിക്കൂട്ടുകാരൊക്കെ അപ്പുറം നിന്നെ പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. ഈ ക്ഷേത്രം നേരത്തെ അനിലേട്ടൻ പറഞ്ഞ സമയത്ത് കേവലം വ്യക്തി ആരാധനയ്ക്ക് അപ്പുറത്തേക്ക് ഈ സമൂഹത്തിന്റെ മുഴുവൻ സംരക്ഷണവും ഏറ്റെടുക്കുന്ന ഒരു ക്ഷേത്രമാണിത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളാണ്. ക്ഷാത്രവീര്യം ഉൾക്കൊണ്ട ക്ഷത്രിയ വംശത്തിൽ പറഞ്ഞാൽ നീ സാധാരണക്കാരനല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുന്നു. എന്നിട്ടൊന്ന് ആത്മവിശ്വാസം വരുന്നില്ല യുദ്ധം ചെയ്യാൻ.
അപ്പോഴാണ് ആണും പെണ്ണും കെട്ടവനെ എന്ന് വിളിക്കുന്നത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനെ ആണും പെണ്ണും കെട്ടവനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിൽ പരം ചീത്ത വേറെ ഇല്ലെന്നാണ് പറയുന്നത്. ക്ലൈപ്യം അസ്മഗമപാർത്ഥ, പിന്നെ ആ ചീത്തവിളി കഴിയുന്നു. പിന്നെ അതിനുശേഷം തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കാം. അതുവരെ തന്റെ വണ്ടി ഓടിച്ചിരുന്ന കേവലം ഒരു ഡ്രൈവറാണെന്നാണ് ധരിച്ചിരുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഒരു ഡ്രൈവർ അല്ല, ശ്രീകൃഷ്ണ പരമാത്മ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഈശ്വരനാണ്, അദ്ദേഹമാണ് എന്റെ കൂടെയുള്ളത്, പിന്നെന്താ സംശയം എന്ന് പറഞ്ഞ് യുദ്ധത്തിലേക്ക് ചാടിയിറങ്ങുക. വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു യുദ്ധത്തിലാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിസന്ധികളാണ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ നിത്യനിദാന കാര്യക്രമങ്ങളിൽ അല്ലെങ്കിൽ നാം വായിക്കുന്ന പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടുവരുന്ന ഒട്ടനവധി സാഹചര്യങ്ങളുണ്ട്. ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ നമുക്ക് എന്താ മാർഗം? സംസ്കൃതി നിലനിർത്തുക എന്നുള്ളതാണ്, സ്വത്വം നിലനിർത്തുക എന്നുള്ളതാണ്. ഈ സ്വത്വം നിലനിർത്താൻ എന്താണ്? സ്വ ആചരണത്തിലൂടെ, നമ്മുടെ ആചരണത്തിലൂടെ മാത്രമേ നമ്മുടെ സ്വത്വത്തെ നിലനിർത്താൻ സാധിക്കൂ. സ്വത്വം വീണ്ടെടുക്കാം സ്വധർമാചരണത്തിലൂടെ. ബാലഗോകുലത്തിന്റെ ഈ വർഷത്തെ മോട്ടോ അതാണ്, സ്വത്വം വീണ്ടെടുക്കാം സ്വധർമാചരണത്തിലൂടെ. ഒരു കാലത്ത് വൈദേശികര് നമ്മളെ ആക്ഷേപിച്ചിരുന്നു, അധിക്ഷേപിച്ചിരുന്നു, നമ്മളോട് പറഞ്ഞിരുന്നു അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഈറ്റിലമാണ് ഭാരതമെന്ന്. അങ്ങനെ ഭാരതത്തെ നോക്കി ആക്ഷേപിച്ചവരോട്, അധിക്ഷേപിച്ചവരോട് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ മറുപടി കൊടുത്തിരുന്നു. ഇവിടുത്തെ വലിയ സന്യാസിമാരോ ഋഷിമാരോ ഒന്നും ആയിരുന്നില്ല, നമ്മുടെ അമ്മമാര്, മുത്തശ്ശിമാര്, സഹോദരിമാര്. അവര് കലക്കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, മുറ്റമടിച്ചുകൊണ്ടിരിക്കുമ്പോ ചൊല്ലിയ കേവലം ഒരു ശ്ലോകം മതിയായിരുന്നു. ആ മഹാനുഭാവൻ എന്നറിയപ്പെടുന്ന വൈദേശിക വൈജ്ഞാനികന്മാർക്ക് മറുപടി എന്താ നമ്മുടെ മുത്തശ്ശിമാര് പറഞ്ഞത്? ആചാര പരമോ ധർമ്മ, ആചാര പരമം തപ, ആചാര പരമം ജ്ഞാനമാചാര്യത്തിനു സാധ്യത. ആചാര പരമോ ധർമ്മ, പരമമായ ധർമാനുഷ്ഠാനത്തിന് തുല്യമാണ് സ്വന്തം ജീവിതത്തിലെ ആചരണം. ആചാര പരമം തപ, പരമമായ തപസ്. വനാന്തരങ്ങളിൽ തപസ്സനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഗുഹയിലൊക്കെ ഇരുന്ന് നൂറ്റാണ്ടുകളോളം തപസ്സനുഷ്ഠിക്കുന്ന കഥകൾ കേട്ടിട്ടുണ്ടല്ലോ. അത്തരം തപസ്സിന് തുല്യമാണ് സ്വന്തം ജീവിതത്തിലെ ആചരണം. ആചാര പരമം ജ്ഞാന, വിജ്ഞാനത്തിന്റെ വിഭൂതിയിലേക്കുള്ള ഉപനയനം ആചരണം കൊണ്ട് സാധ്യമാകുന്നു. ആചാര്യത്തിനു സാധ്യത, ആചരണം കൊണ്ട് സാധ്യമാകാത്തതായിട്ട് ഈ ഭൂലോകത്ത് ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ ഭാരതീയര്, വിശിഷ്യ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ നിത്യനിദാന കാര്യക്രമങ്ങളിൽ ഇത്തരം ആചരണം നമ്മൾ അനുവർത്തിച്ചു പോരുന്നു. ലോകത്തൊട്ടനവധി സംസ്കാരങ്ങൾ ഉദയം ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, റോമൻ സംസ്കാരം, അങ്ങനെ ഒട്ടനവധി സംസ്കാരങ്ങൾ ഉദയം ചെയ്തിട്ടുണ്ടെങ്കിലും കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഇവയെല്ലാം തകർന്നടിഞ്ഞ് നാമാവശേഷമായപ്പോഴും ഭാരതീയ സംസ്കാരം ഇന്നും നിലനിൽക്കുന്നു. എന്തുകൊണ്ട്? സ്വയം ആചരണേ ശ്രേഷ്ഠ, സ്വന്തം ജീവിതത്തെ ആചരിക്കുന്ന ഒരു സമൂഹം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഭാരതം ഇന്നും നിലനിൽക്കാനുണ്ടായ സാഹചര്യം. അത്തരം ആചരണത്തോടു കൂടി ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി, സാമൂഹ്യ പരിഷ്കൃത വ്യവസ്ഥയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യക്രമം ബാലഗോകുലം. ഈ ക്ഷേത്രം അത്തരം ഒരു ബാലഗോകുലം, സാന്ദീപനി എന്ന പേരില് ഒരു ബാലഗോകുലം ഇവിടെ നടത്തുന്നു, സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിന്റെ, നേരത്തെ രാഷ്ട്ര നവനിർമ്മാണത്തിന് ക്ഷേത്രത്തിന്റെ പങ്ക് എന്നൊരു വിശദമായ പ്രസംഗത്തിന് ഇപ്പൊ പ്രസക്തിയില്ല, കാരണം സമയം തന്നെയാണ്. എന്നാൽ പോലും ഈ നാടിന്റെ സ്വത്വത്തെ വീണ്ടെടുക്കുകയും ഈ ധർമ്മത്തെ നിലനിർത്താനും സാധിക്കുന്ന ഒരു വിഭാഗം തീർച്ചയായിട്ടും വരും തലമുറയാണ്, അഥവാ ഇന്നത്തെ കുട്ടികളാണ്. ഈ കുട്ടികൾക്ക് വേണ്ട പാഠ്യപദ്ധതി പകർന്നു കൊടുക്കുക. നമ്മുടെ നാടിന്റെ സ്വത്വത്തെ കുറിച്ച്, ദേശത്തെ കുറിച്ച്, ധർമ്മത്തെ കുറിച്ച്, സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചെല്ലാം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ നാട് സ്വതന്ത്രമായിട്ട് 75 വർഷം പൂർത്തിയാവുന്നു. എന്താ ഈ ഒരു ക്ഷേത്രോത്സവ കാര്യം പറയുമ്പോൾ, സ്വാതന്ത്ര്യ സമരം പറയുന്നു? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ ധർമ്മത്തിന്റെ സ്വാതന്ത്ര്യമായിരുന്നു, നമ്മുടെ സംസ്കൃതിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു നമ്മുടെ പൂർവികര് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും ബാലഗംഗാധര തിലകനെ പോലുള്ള മഹത് വ്യക്തികള് ഗണേശോത്സവത്തെ പോലും സ്വാതന്ത്ര്യ സമര ആഹ്വാനമായി കാണുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. അത്തരം ഒരു ആഹ്വാന കാലഘട്ടത്തിലാണ്. ഒരു കാലത്ത് ഈ നാടിന്റെ സാഹചര്യം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മാറി മുഴുവൻ ഭാരതവും
സ്വാതന്ത്ര്യ സമരം ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച് നമ്മളെല്ലാം ഭവനങ്ങളിൽ ത്രിവർണ്ണ പതാക ഉയർത്തി. പക്ഷെ നമ്മൾ ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു നൂറ്റാണ്ട് മുമ്പല്ല, 7-8 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഭാരതത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്താൻ അനുവാദമില്ലാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. 7-8 വർഷങ്ങൾക്ക് മുമ്പാണ്. മുഴുവൻ ഭാരതത്തിലും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ, ആചരിക്കുമ്പോൾ ആസാം, മിസോറാം, മേഘാലയ, ത്രിപുര, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, വിശേഷിച്ചും കശ്മീർ, കശ്യപദേവന്റെ ആസ്ഥാനമായ കാശ്മീരില് അവിടുത്തെ ഔദ്യോഗിക ആചരണം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? വാതിലുകളെല്ലാം അടച്ച്, ആരും അറിയാതെ ജനലുകൾ പോലും അടച്ച്, നമ്മുടെ വാഹനത്തിലൊക്കെ വെക്കുന്ന ചെറിയ പതാകകളുണ്ടല്ലോ, ടേബിൾ ഫ്ലാഗ്, അങ്ങനെ ടേബിൾ ഫ്ലാഗുകൾ ഉയർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യദിനം ആചരിക്കേണ്ട ഒരു ഗതികേട് നമ്മുടെ രാഷ്ട്രത്തിനുണ്ടായിരുന്നു. കാലം മാറി, കഥ മാറി. നമ്മുടെ നാടിന്റെ സ്വത്വത്തെ വീണ്ടെടുക്കാൻ വേണ്ടി, ധർമ്മത്തിന്റെ സ്വത്വത്തെ വീണ്ടെടുക്കാൻ വേണ്ടി നൂറ്റാണ്ടുകളായി, ആയിരത്താണ്ടുകളായി തകർന്നു കിടന്ന ഒരു ക്ഷേത്രം അവിടെ പുനരുദ്ധാരണം നടക്കുകയാണ്. അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ഭവ്യമായ ഒരു മന്ദിരം അവിടെ പണി കഴിയുകയാണ്. അവിടെ ശ്രീരാമചന്ദ്രന്റെ ആ ഒരു പ്രതിഷ്ഠാകർമ്മം കഴിഞ്ഞ് അവിടെ നിന്ന് തുടങ്ങുന്ന മണിനാഥം മുഴുവൻ ഭാരതത്തിന്റെയും സർവ പ്രദേശങ്ങളിലേക്കും ആ മണിനാഥം ഉണ്ടാക്കുന്ന പ്രകമ്പനം മുഴുവൻ ഭാരതവും ഒരു കാലത്ത് എങ്ങനെയായിരുന്നോ സർവാഭരണ വിഭൂഷിതയായി ഭാരതം സർവ പ്രപഞ്ചത്തിനും നിലകൊണ്ടിരുന്നത്, അതേ സാഹചര്യത്തിലേക്ക് വരുന്ന അത്യപൂർവമായ ഒരു നിമിഷത്തിലേക്കാണ് നാം നടന്നു പോകുന്നത്. ആ യാത്രയിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവാനുണ്ടായ പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് പൂർവികരെ കുറിച്ച് പഠിക്കണം. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ മതപാഠശാല അല്ലെങ്കിൽ ബാലഗോകുലം അത്തരം പൂർവികരെ കുറിച്ചുള്ള സ്മരണ പുതുക്കാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് ധർമ്മത്തിനു വേണ്ടി നിലകൊണ്ടവരും രാഷ്ട്രത്തിനു വേണ്ടി നിലകൊണ്ടവരായിരുന്നു. സ്വാതന്ത്ര്യ സമര കാലഘട്ടമായതുകൊണ്ടും ഈ സ്വാതന്ത്ര്യം കിട്ടി നാം ആഹ്ലാദിക്കുമ്പോഴും നമ്മുടെ പൂർവികരെ കുറിച്ച് നമുക്ക് ക്ഷേത്രങ്ങളിലും ആചാരണ സ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് സംസാരിക്കണം, നമുക്ക് കേൾക്കണം. നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടാൻ കാരണക്കാരായ പൂർവികരെ കുറിച്ച്. നമ്മുടെ അമ്മമാരുടെ പൂർവികരുണ്ടായിരുന്നു. നമ്മൾ കേട്ടില്ലേ? വീര സവർക്കർ, വെടികേശ്വര ദത്ത്, സുഭാഷ് ചന്ദ്രബോസ്, ഝാൻസി റാണി, റാണാ പ്രതാപ്, ഭഗത് സിംഗ്, അങ്ങനെ എണ്ണിയാലും ധീരദേശാഭിമാനികൾ. അവർ നമ്മുടെ നാടിന്റെ സ്വത്വമായിരുന്നു. ആരായിരുന്നു വീര സവർക്കർ? നിവർന്നു നിൽക്കാൻ നീളമില്ലാത്ത, വിരിഞ്ഞു കിടക്കാൻ വീതിയില്ലാത്ത, ആന്തമാനിലെ സെല്ലുലാർ ജയിലിലെ കുമാരവ്യക്തിയെ കടലാസാക്കിക്കൊണ്ട് കയ്യിലണിഞ്ഞ കാര്യമാണ് വേലയാക്കിക്കൊണ്ട് ആത്മരക്തം കൊണ്ട് ജ്വലിക്കുന്ന വിപ്ലവകാരികൾ എഴുതിയ വിപ്ലവകാരികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വീരവിനായക ദാമോദർ സവർക്കർ ഈ നാടിനു വേണ്ടി, ഈ ധർമ്മത്തിനു വേണ്ടി, ഈ സംസ്കൃതിക്ക് വേണ്ടി പ്രാണൻ സമർപ്പിച്ചതാണ്. നാം സ്മരിക്കണം. ക്ഷേത്രങ്ങളിലും ആചാരങ്ങളിലെല്ലാം നമ്മുടെ പൂർവികരെ കുറിച്ച്, പിന്നെ നമ്മുടെ അമ്മമാരുടെ സഹോദരിമാരുടെ പൂർവികരെ കുറിച്ച് നമുക്കറിയണം. ആരായിരുന്നു? ചോരക്കുഞ്ഞിനെ മറവട വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് മേലാളന്മാരോട് പടവരുതിയ, കേവലം 17ാമത്തെ വയസ്സിൽ അടക്കളത്തിൽ പുരുഷവേഷം കെട്ടിയ ധീരദേശാഭിമാനിയായ വനിത ഝാൻസി റാണി. നാം സ്മരിക്കണം. പിന്നെ നമ്മുടെ അമ്മമാരുടെ സഹോദരിമാരുടെ പൂർവികരുണ്ട്. രജപുത്ര വനിതകൾ, അവരുടെ വീരവനിതകൾ എന്നാണ് വിളിക്കുക. എന്താ അവർക്ക് എത്ര വീരത്വം? ആ അമ്മമാര്, സഹോദരിമാര് തങ്ങളുടെ വീട്ടിൽ ആണായി പറഞ്ഞവരെ മുഴുവൻ തിലകക്കുറി അണിയിച്ചു പറഞ്ഞയക്കുമായിരുന്നു. ക്ഷേത്രത്തിൽ പൂജ ചെയ്ത് വിഗ്രഹത്തിൽ മാല ചാർത്തി പറഞ്ഞയക്കുമായിരുന്നു. എങ്ങോട്ട് പോകുമ്പോ ആ അമ്മമാര്, സഹോദരിമാര് പറഞ്ഞിരുന്നത്, എനിക്ക് ഏറ്റവും പുതിയ വസ്ത്രം വാങ്ങിച്ചു കൊണ്ടുവരൂ, അല്ലെങ്കിൽ പൊട്ടു കമ്മൽ വള വാങ്ങിച്ചു കൊണ്ടുവരുന്നായിരുന്നില്ല. നമ്മുടെ നാടിന്റെ സ്വത്വത്തെ തകർക്കാൻ വേണ്ടി വന്ന മുഗളന്മാരെ തകർക്കാൻ കുട്ടികള്, ആണായി പിറന്ന കൊച്ചുകുട്ടികള് ഭർത്താവിനോട് ആങ്ങളമാരെ തിലകക്കുറി അണിയിച്ചു പറഞ്ഞയക്കും. ആ അമ്മമാര്, സഹോദരിമാര് തിരിച്ചറിയണം. തങ്ങളുടെ വീട്ടിൽ ആണായി പറഞ്ഞവരെല്ലാം ഈ രാഷ്ട്രത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, സംസ്കൃതിക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്തു എന്ന് തിരിച്ചറിയുന്നു. പിന്നെ എന്താ സംഭവിക്കാൻ പോകാന്നുള്ളത് അമ്മമാർക്ക്, സഹോദരിമാർക്ക് അറിയാം. അങ്ങനെ കടന്നാക്രമിച്ചു വരുന്ന മുഗളപ്പടയ്ക്ക് തങ്ങളുടെ ശരീരത്തിലെ ഒരു രോഗത്തെ പോലും തൊടാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ ലോക ചരിത്രത്തിൽ ആദ്യമായി അവസാനമായി 22,800 അമ്മമാരെ, സഹോദരിമാരെ തീക്കുണ്ടമുണ്ടാക്കി അതിനകത്തേക്ക് എടുത്തു ചാടി ആത്മാഹുതി നൽകിയ വീരപാരമ്പര്യം തുടിക്കുന്ന സിരകളിൽ ഒഴുകുന്ന വീരന്മാരുടെ അമ്മമാരായിരുന്നു ആ പൂർവികർ. നമ്മുടെ അമ്മമാരുടെ, സഹോദരിമാരുടെ പൂർവികർ നമ്മൾ സ്മരിക്കണം. നമ്മുടെ നാടിനു വേണ്ടി, സംസ്കാരത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി ക്ഷേത്രത്തിന് എത്ര ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. അത് സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം അമ്മമാര്
പ്രാണാഹുതി നൽകിയ ആ വീരപാരമ്പര്യം നമ്മൾ സ്മരിക്കണം. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ഈ ജന്മദിനത്തിൽ ഭഗവാൻ ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടു. ഇന്നും അധർമ്മികൾ പലതരത്തിൽ വരുന്നു. ആ അധർമ്മത്തെ തകർക്കാൻ ധർമ്മത്തെ മുറുകെ പിടിക്കുക തന്നെ വേണം. ആ ധർമ്മ സംസ്കൃതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ക്ഷേത്രത്തിൽ എന്താ പോരാട്ടം എന്ന് പറയുന്നത്? നമ്മുടെ ക്ഷേത്രങ്ങളിൽ എല്ലാം നിലനിൽക്കാൻ കാരണക്കാരന് ഇത്തരം പോരാട്ടങ്ങൾ നടത്തിയത് കാശി വിശ്വനാഥനായാലും വാരണാസിയിലൊക്കെ അങ്ങനെ തന്നെ പോരാട്ടങ്ങൾ. ഈ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ ധർമ്മത്തിന്റെ പ്രതീകമായ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ നിലനിർത്താൻ കാരണവും പോരാട്ടങ്ങളായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ പോരാട്ട വീര്യത്തോടുകൂടി ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സ്മരിക്കേണ്ടതായിട്ടുള്ള ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വല്ലാത്ത കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, ആഹാരം കിട്ടാനില്ല. ഈ സമയത്താണ് രന്തിദേവൻ ദിവസങ്ങളോളം പട്ടിണിയാണ്. അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നു. അവിടെ ഒരു പിടി നെല്ല് കിട്ടുന്നു. അങ്ങനെ നെല്ല് കുത്തി അരിയാക്കി അത് ചോറാക്കി കഞ്ഞിയാക്കി അങ്ങനെ ആഹാരം കഴിക്കാൻ ഭാര്യയും മക്കളുമായിട്ട് ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഒരു ശബ്ദം പുറത്തുനിന്ന് കേൾക്കുന്നത്, വല്ലതും തരണേയെന്ന്. അതിനെ തുറന്നു നോക്കിയപ്പോൾ സന്യാസി കാഷായ വസ്ത്രധാരി തന്റെ പങ്കെടുത്ത് ആ രവിദേവൻ ആ സന്യാസിക്ക് കൊടുത്തു. ആർത്തിയോടുകൂടി കഴിച്ചു. പക്ഷേ എനിക്ക് വിശക്കണു എന്ന് പറഞ്ഞു. പത്നിയുടെ പങ്കും എടുത്തു കൊടുത്തു. അതും വലിച്ചു കുടിച്ചു. പക്ഷേ വിശപ്പ് മാറിയില്ല. അവിടെ ഉണ്ടായിരുന്ന ബാക്കി 2 മക്കളുടെയും ആഹാരം എടുത്ത് ആ സന്യാസി വരിന് പകർന്നു കൊടുത്തു. ആർത്തിയോടുകൂടി കഴിച്ച് വിശപ്പ് മാറി സന്തോഷത്തോടെ തിരിച്ചുപോയി. അപ്പോഴത്തേക്കും പക്ഷേ ഇവിടെ പ്രാണൻ വെടിയാവുന്ന സാഹചര്യമായിരുന്നു. തകർന്നു വീണു രന്തിദേവന്റെ കുടുംബം. അവിടെ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. ഈശ്വരൻ പറയാണ്, നിന്റെ ജീവിതത്തിൽ ഞാൻ സംപ്രീതനാണ്. ദിവസങ്ങളോളം പട്ടിണി കിടന്ന് അവസാനം കിട്ടിയത് പിടി നെല്ലുകൊണ്ട് നീ ആഹാരം വെച്ച് കഴിക്കാനിരിക്കെ മറ്റൊരാൾ വന്നപ്പോൾ നീ അവർക്ക് പകർന്നു കൊടുത്തില്ലേ? നിന്റെ ജീവിതത്തിൽ ഞാൻ സംപ്രീതനാണ്. എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ. ഭഗവാൻ ഈശ്വരൻ ചോദിക്കുക, എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ. അങ്ങനെ തളർന്ന് കിടന്ന ആ രന്തിദേവൻ പതുക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നത്വഹം കാമേ രാജ്യം ന സ്വർഗം ന പുനർഭവം കാമേ ദുഃഖവർത്താനാം പ്രാണിനാം ആർത്തിനാശനം. നത്വഹം കാമേ രാജ്യം, എനിക്ക് രാജ്യം വേണ്ട ഭഗവാൻ ഈശ്വര. ന സ്വർഗം, എനിക്ക് സ്വർഗം വേണ്ട, എനിക്ക് മോക്ഷം വേണ്ട, എനിക്ക് മുക്തി വേണ്ട. പക്ഷേ എനിക്ക് തന്നാലും എന്നെ അനുഗ്രഹിച്ചാലും കാമേ ദുഃഖവർത്താനാം പ്രാണിനാം ആർത്തിനാശനം. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത, ഉടുതുണിക്കും മറുപടിയില്ലാത്ത ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഈ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുമ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള ഒരു അനുഗ്രഹം മാത്രം തന്നാലും ഭഗവാനെ എന്ന് പറയുന്ന രന്തിദേവന്മാരെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം. ഓരോ ക്ഷേത്രവും ആ നാടിന്റെ സ്വത്വത്തെ വീണ്ടെടുക്കാനും ധർമ്മത്തെ നിലനിർത്താനും അടുത്ത തലമുറയ്ക്ക് പ്രേരണ നൽകാനുള്ള ഭവനങ്ങളായി, കേന്ദ്രങ്ങളായിട്ട് മാറാൻ സാധിക്കണം. അത്തരം ഒരു കേന്ദ്രമാണ് ഈ വിലങ്ങര ക്ഷേത്രം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സർവ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ സർവ്വ പ്രശ്നങ്ങളിലും ഇടപെട്ട് അവർക്ക് വേണ്ട മാർഗദർശനം നൽകാൻ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ, അസുഖമുള്ളവരുടെ അസുഖം ഭേദമാക്കാൻ, ഇത്തരം എല്ലാ കാര്യങ്ങളിലും വലിയ പരിശ്രമം ഈ ക്ഷേത്ര ഭാരവാഹികൾ മുന്നോട്ടിറങ്ങുന്നു എന്ന് വലിയ ആശ്വാസമാണ് മുഴുവൻ ക്ഷേത്രങ്ങൾക്കും. ഇത് വലിയൊരു പ്രേരണ കൂടിയാണ്. ഈ ഒരു മഹത് വേദി എത്തിപ്പെടാൻ സാധിച്ചത് പൂർവ്വജന്മ സുകൃതം എന്ന് മാത്രം കരുതിക്കൊണ്ട് ഇവിടെ തടിച്ചുകൂടിയ വിലങ്ങര സ്വദേശികൾ എല്ലാവർക്കും പല പാതാളബിന്ദങ്ങളിൽ നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ തിരൂർ രവീന്ദ്രൻ അവരെ ആദരിക്കുന്നതിനായി അധ്യക്ഷൻ പുരുഷോത്തമനുണ്ണിത്താൻ അവர்களെയും ജനറൽ സെക്രട്ടറി വിടയാറ്റൂർ രാധാകൃഷ്ണൻ അവர்களെയും വിജയൻ ജെ ശ്രീകുമാർ അവர்களെയും ആർ ശ്രീകുമാർ അവர்களെയും ഇതിൽ ക്ഷണിക്കും. കൃതജ്ഞത പറയുന്നതിന് വേണ്ടി ശ്രീകുമാർ അവരെ ക്ഷണിക്കുന്നു.
നടക്കുന്നത് വിലങ്ങറ ഹിന്ദു സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ഈ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ദേവസ്വം ഭരണസമിതി പ്രസിഡന്റ് ശ്രീ ആർ പുരുഷോത്തമൻ അവർക്ക് ഈ യോഗത്തിന്റെ പേരിലും ഭരണസമിതിയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും നേരം ആധ്യാത്മിക പ്രഭാഷണം നടത്തിയ തിരൂർ രവീന്ദ്രൻ അവർക്ക് ഈ യോഗത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ദേവസ്വം ഭരണസമിതിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പടയാറ്റൂർ രാധാകൃഷ്ണൻ അവർക്ക് ഈ യോഗത്തിന്റെ പേരിൽ എന്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ശ്രീ അനിൽകുമാർ അവർക്ക് ഈ യോഗത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഏറം താരം ഇടവട്ടം 3 കരയിൽ നിന്നും എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ യോഗത്തിന്റെ പേരിലും ഭരണസമിതിയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നാളെ ഏറൻകാരിൽ നിന്ന് വാഹന സൗകര്യം ഉണ്ടായിരിക്കും. ഇതുകൂടാതെ നാളെ നമ്മുടെ ദശാവതാരത്തിന്റെ അവസാന ദിവസം മഹാവിഷ്ണുവിനെയാണ് ചേർന്നത്. ഇത് കൂടാതെ നമ്മുടെ പ്രധാന ദേവനായ സുബ്രഹ്മണ്യ സ്വാമിയെയും ചന്ദന ചേർന്ന് ഉണ്ടായിരിക്കും എന്നുകൂടി ഈ യോഗത്തിനെ അറിയിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരുന്ന എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ നാമത്തിലും എന്റെ നാമത്തിലും തൃക്കഴിയൂർ ഭരണസ്വാമിയുടെ നാമത്തിലും എല്ലാവർക്കും വിനീതമായ യോഗം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു.